ഡിയർ സ്റ്റുഡൻസ്, മുകളിൽ കൊടുത്തിട്ടുള്ള നോട്ട്സ് HRA സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊരു കമ്പാരിസൺ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. 1961 ആക്റ്റും അതുപോലെ 2025 ആക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് മെട്രോപൊളിറ്റൻ സിറ്റീസ് 4 കൂടി ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പുതിയ ആക്ട് പ്രകാരം. അപ്പോൾ നമ്മുടെ കോളേജിൽ ഏത് പ്രൊവിഷൻ, ഏത് ആക്ട് ആണോ ഫോളോ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ പഠിക്കാനും എക്സാമിന് ആൻസർ ചെയ്യാനും. ഓക്കെ, അപ്പോൾ 4 എക്സ്ട്രാ മെട്രോപൊളിറ്റൻ സിറ്റീസ് ആഡ് ചെയ്തു എന്നതിലുപരി വേറെ ഡിഫറൻസസ് ഒന്നും പുതിയ ആക്റ്റിൽ ഇല്ല എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാം. അപ്പോൾ HRA എന്താണെന്ന് അറിയാത്തവർക്കായിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. എംപ്ലോയി റെൻറ്റഡ് അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നതെങ്കിൽ റെൻറ്റ് കൊടുക്കാനുള്ള എമൗണ്ട് ആര് കൊടുക്കും? എംപ്ലോയർ പ്രൊവൈഡ് ചെയ്യും. അങ്ങനെയുള്ള ഒരു ആനുകൂല്യത്തിനാണ് നമ്മൾ HRA, ഹൗസ് റെൻറ്റ് അലവൻസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ ഹൗസ് റെൻറ്റ് അലവൻസ് ഫുള്ളി ടാക്സബിൾ അല്ല, അതിന് ചെറിയൊരു പോർഷൻ എക്സംഷൻ ഉണ്ട്.